ഹായ്, ഐ എം ഡോക്ടർ ശ്രീലേഖ. ആക്ച്വലി ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി മലയാളികളെന്ന് പറയുന്ന പൊതുവെയുള്ള സ്വഭാവം അറിയും. മറ്റേ ഏതൊരു ഫെല്ലോ മലയാളി കാലുവാരലാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട സ്വഭാവം. അതറിയാം. അതാണ് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല അറിയാം, നല്ല സ്വഭാവം ഇതാണ്. പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ പുറത്ത്, കേരളത്തിന് പുറത്ത്, അവിടെ കേരളത്തിനകത്ത് ഇത് തന്നെയാണ്. കേരളത്തിന് പുറത്ത് പോയാലും എങ്ങനെ മറ്റുള്ളവനെ കുഴി തോണ്ടി സ്വന്തം കാര്യം നേടാന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു കഴിവില്ല. അപ്പോൾ മറ്റുള്ളവൻ്റെ കഴിവ് കൊണ്ട് കൊടുത്ത് അതിനും കൂടെ വലിച്ചു വാരി കിട്ടുന്ന ആവേശം പിടിച്ചെടുക്കണം. അങ്ങനെയാണ് കുറേ ഇവിടെ ഡൽഹിയിലും കുറേ പിന്നെ നാട്ടിൽ നിന്ന്. പിന്നെ ഡൽഹി എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ ആന എന്നാണോ, മറ്റേ ഡ്രീം വേൾഡ് ആണല്ലോ. ഇവിടെ കുറേ എണ്ണം പറ്റി പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. മറ്റുള്ളവനെ എങ്ങനെ കുഴി തോണ്ടി എങ്ങനെ വലിച്ചും കാലുവാരിയും നശിപ്പിച്ചും എങ്ങനെ സ്വന്തമായിട്ട് ഓടിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പട്ടികൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. എന്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭരണത്തിന് പിന്നെ കോൺഗ്രസ് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ വാല് തൂങ്ങി കുറേ ഉണ്ട്. പിന്നെ ഇപ്പം BJP അപ്പം പിന്നെ അവൻ്റെ ഒരു മുരളീധരനുണ്ടല്ലോ, അവൻ്റെ വാല് തൂങ്ങി അങ്ങനെ കുറേ എങ്ങനെയും കടിച്ചു തൂങ്ങി എവിടെയും പിടിച്ചു വെട്ടി കുറേ പട്ടികളിവിടെ കിടപ്പുണ്ട്. അതൊരു കാര്യം. പിന്നെ വേറെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ആക്ച്വലി എന്നെക്കുറിച്ച് പലർക്കും അറിയായിരിക്കും, പക്ഷേ ഇപ്പം എന്തോ അറിയില്ല. അല്ല, അത്രയും ഞാൻ അവിടെ കേരളത്തിലുണ്ടായിരുന്നു അപ്പോഴറിയാം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ സ്പെഷ്യലി പറയുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയാണ്. ശശി തരൂരിനെയും K മുരളീധരനെയും കുറിച്ചാണ്. അപ്പോൾ ശശി തരൂർ അവിടെ തിരുവനന്തപുരത്ത് അങ്ങ് പ്രകടനം നടത്തി അങ്ങ് വലിച്ചിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞാൽ പരലോകത്തേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അയാൾ ഇവിടെ നിന്ന് ആദ്യം കേരളത്തിൽ പിന്നെ UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് തിരിച്ചു വന്നത്. അയാൾ എൻ്റെ സാറാണ്. ഞാൻ അയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ നിന്നാണ്, എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ എൻ്റെ പേര് മറന്നു. അയാളോടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയായിരുന്നു, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് അച്ചീവ്മെൻ്റ് അവാർഡൊക്കെ അയാളും തന്നെ. അയാളും പിന്നെ ഫോർമർ അംബാസഡർ TP ശ്രീനിവാസനും നമുക്ക് കൂടി ചേർന്ന് തന്നതായിരുന്നു. എല്ലാം ഇതാണ്. അപ്പം ഞാനത് അയാൾ എനിക്ക് അത് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. എന്നിട്ട് ഇയാൾ ഈ MP അപ്പോൾ ഇയാൾ MP ആവുന്നത് നമ്മൾക്കൊക്കെ വലിയതായിരുന്നു പറഞ്ഞു. UN സെക്രട്ടറി ജനറൽ വിവരമുള്ള ആളായാലും മറ്റവന്മാർ പോകുന്നതിനേക്കാൾ ഇയാൾ പോയി നമുക്ക് വേണ്ടി പിന്നെ മറിച്ച് കൊണ്ടുവരും എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇയാളെന്ന് പറഞ്ഞാൽ ഒരു പരനാറി ചെറ്റയാണ്. എന്ന് വെച്ചാൽ ഏതൊരു ലോക്കൽ ഒരു വിവരമോ വിദ്യാഭ്യാസമോ ഒരു പൊളിറ്റീഷ്യൻ, ഒരു ഗുണ്ട അയാൾ വന്ന് ഇതിനേക്കാളും ചെയ്യും. അങ്ങനെ അത്രയ്ക്ക് പരനാറി ചെറ്റയാണ് ഈ ശശി തരൂർ എന്ന് പറയുന്ന അലവിലാതി. ഇയാളും സുനന്ദയെ കൊന്നത് ഇയാൾ തന്നെയാണ്. ഇയാളുടെ പണി ഇത് തന്നെയാണ്. പെണ്ണുങ്ങളൊക്കെ ഇറക്കലും ട്രാപ്പും ഇതൊക്കെ സസ്തടിച്ച് ഇയാൾ അങ്ങനത്തെ ഒരു ഫ്രോഡാണ്. ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കുറേ ഇത് മറ്റേ ലിറ്ററസി അല്ലല്ലോ, എന്താണ് ലിറ്ററേച്ചർ, അയാൾ മറ്റേ റൈറ്റിംഗ് ഇതൊക്കെയാണല്ലോ. അയാളുടെ ഭാവനാത്മക ലോകത്തും അങ്ങനത്തെ അയാൾ അങ്ങനെ ഒരു ഫ്രോഡാണ്. അയാൾക്ക് അങ്ങനത്തെ ജീവിക്കാനെ പറ്റി. അയാൾക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ MP പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊരു ഹൗസും പിന്നെ അത് വെച്ച് കിട്ടുന്ന പ്രിവിലേജസും മറ്റേ ബാക്കി പിന്നെ പവറിലുള്ള ആൾക്കാരുമായിട്ടും പിന്നെ അതുവഴി കുറേ MPകളും മറ്റേ എന്താണ് അവളെ പേരെന്താണ്, മറ്റേ ബംഗാളി MP എന്തായിരുന്നു, മോമു ഐ ഫർഗോട്ട്. അവളൊക്കെ പോലെയുള്ള അഴിഞ്ഞാടി നടക്കൽ പിന്നെ ഇത് വെച്ചിട്ട് കുറേ ഫംഗ്ഷനും ഇതൊക്കെയാണ് ഇയാളുടെ പണി. ഇയാൾക്ക് ഇഷ്ടം പോലെ കാശുണ്ട് ഉണ്ടാക്കിയ സ്വന്തം. അത് വെച്ചിട്ട് അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹൗസ് വാങ്ങി അയാളുടെ കാര്യം നോക്കാനുള്ളത് അതല്ല. അല്ലാണ്ട് ഇയാൾ നമ്മൾ മലയാളികൾക്കോ നമ്മളുടെ ട്രിവാൻഡ്രം നിയോജക മണ്ഡലത്തിലുള്ള നമ്മൾക്കോ ഏതൊരു കാര്യം ഇയാൾ MP ആയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കച്ചറ പൊട്ടിച്ചേറ്റ. ഞാനായിട്ട് മുമ്പേ ഈ ഹറാസ്മെൻറ്റ് ഇഷ്യൂസും ഇതൊക്കെ ആയിട്ട് ഞാൻ 2019 അവിടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലും ഞാൻ ട്രിവാൻഡ്രത്ത് എല്ലാം കളഞ്ഞിട്ട് വന്നതാണ്. നാട്ടിൽ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാരാണെങ്കിൽ അവിടുത്തെ പൊളിറ്റീഷ്യൻ ഈ CK ഹരീന്ദ്രൻ അനാവർന്നാപ്പനെ പിണറായി വിജയനൊക്കെ ഇളക്കി വിട്ടിട്ട് അയാൾ ഭ്രാന്ത് പിടിച്ചിട്ട് വീടൊക്കെ പൊളിച്ചു അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇയാളെ കാണാൻ പോയതാണ്. അപ്പോൾ ഈ പരനാറി പട്ടി കാണാൻ പോലും എന്ന് വെച്ചാൽ ഇയാളെ നടന്നു പോയപ്പോൾ ഇയാൾ അകത്ത് ഞാൻ കണ്ടു കുറേ മേക്കപ്പ് കാര്യങ്ങളുമായിട്ട് ആറുമാതിച്ചിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടു. എന്നിട്ട് എന്നോട് സംസാരിച്ചത് ഇയാൾ നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ വാക്ക് ഇതാണ് പട്ടി. സോ യു ഷുഡ് ഗോ ടു. ഞാനപ്പോൾ കേംബ്രിഡ്ജിലും ഹാർവാർഡിലൊക്കെ ഞാൻ PDF അപ്ലൈ ചെയ്തിരിക്കുക. അപ്പോൾ ഐ ഷുഡ് ഗോ ദാറ്റ് യു ഫർഗോട്ട് ദീസ് ഓൾ തിങ് എന്ന് പറഞ്ഞിട്ട് ഈ 2 സെൻറ്റൻസാണ് ഈ പട്ടി പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇവന്മാരിതെല്ലാം നശിപ്പിച്ചിട്ട് എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ബോംബെയിൽ വന്നിട്ട് ഞാൻ കേംബ്രിഡ്ജിലേക്ക് പോയിരുന്നപ്പോൾ ഇവന്മാർ എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് നശിപ്പിച്ച് എന്നിട്ട് ഞാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എൻ്റെ ഫാമിലി ത്രെട്ടൺ ചെയ്ത് എന്നെ പിടിച്ച് അവരോട് പറഞ്ഞ് എന്നെ ജയിലിൽ അടയ്ക്കാൻ പോകണം, എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ എനിക്ക് മെൻ്റൽ പ്രോബ്ലം ആണെന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ വെച്ച് മയക്കി എന്നെ കൊണ്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റഡ് ആയിരുന്നു. അവിടെ ഞാൻ ആയുർവേദിക് സെക്ഷനിൽ ഞാൻ ആയുർവേദിക് മസാജിങ്ങും ശിരോധാരയൊക്കെ ചെയ്ത് ഞാൻ എൻജോയ് ചെയ്തിറക്കും. പക്ഷേ ഇവന്മാർ ഒരു ഫേക്ക് മെൻ്റൽ റിപ്പോർട്ടാണ്. അതൊക്കെ ഞാനിതെല്ലാം കളഞ്ഞിട്ട് ഞാൻ അവിടെ കുവസാറ്റിൽ
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് സ്റ്റാൻഫോർഡ് പ്രൊഫസേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഫസർക്ക് വീണ്ടും അയാൾക്ക് ഭ്രാന്തളവി, അയാൾ അവിടെയുള്ള പ്രൊഫസേഴ്സിന് പിന്നെ ഓഫറുകൾ കൊടുത്തു. അപ്പോൾ മലയാളികൾ ഇറങ്ങി എവിടെ എന്തൊരു ഓഫർ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്, അതിനൊക്കെ കൊണ്ട് അതിൻ്റെ സ്വന്തം കഴിവുകൊണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ പ്രൊഫസർക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് മരിച്ചു വിടുമല്ലോ പട്ടിയോ. അങ്ങനെ കുസാറ്റുള്ള കുറേ ലെവലാദികളുണ്ട്. സുമം എന്താണ് അവൻ്റെയൊക്കെ പേരുകളും ഞാൻ പറഞ്ഞു, കുറേ കച്ചറകളുണ്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അമ്മമാരെല്ലാം കൂടി എന്നെ അവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ സിസ്റ്റം എല്ലാം ബ്ലോക്ക് ചെയ്ത്, പിന്നെ എന്നിട്ട് ഇവരെൻ്റെ ചേച്ചിയൊക്കെ റിട്ടേൺ ചെയ്ത് വീണ്ടും എൻ്റെ ഫുഡിൽ കെമിക്കൽസ് മിക്സ് ചെയ്തിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ അടയ്ക്കാനും പിന്നെ അങ്ങ് എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങളായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം വിട്ടിട്ട് ഞാൻ എന്താ ലീഗലി മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ അഡ്വക്കേറ്റ്സിനെയും ബാർ അസോസിയേഷൻ വഴി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബ്ലോക്ക് ചെയ്ത്, പിന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയൊക്കെ ജൂറിസ്ഡിക്ഷനൊക്കെ മാറ്റി എന്തൊക്കെയായിരുന്നു. പിന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയത് എനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്നിട്ടാണ് ഞാൻ ഡൽഹിയിൽ വന്നത്. പിന്നെ ഇവിടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റിനെയും ചീഫ് ജസ്റ്റിനെയും കാണാൻ വേണ്ടി പറഞ്ഞാൽ ബോംബെയിൽ ഞാൻ എന്നെ കിടന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെ വിട്ട് വേറെ വൃത്തിയോട്ട് ട്രാപ്പ് ചെയ്യിപ്പിച്ച് കെട്ടിപ്പിച്ച് എന്നെ ഇയാളെ സ്ഥിരം പണി, ഇയാൾ അങ്ങനത്തെ ഒരു പട്ടി പ്രോസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയിൽ നിന്ന് വരുന്ന കുറേ ആണും പെണ്ണും കെട്ട കഴിവേട്ട പട്ടിയാണ്. പിന്നെ ഇതിന് വലിയ വേണ്ടി കുറേ മലയാളികൾ എന്ന് പറഞ്ഞ കച്ചറ പൊട്ടുകൾ, അവനൊക്കെ എവിടെ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ കഥയാണ്. സ്വന്തം മക്കളെ സ്വന്തം വീട്ടുകാരെ കൊണ്ടോ ഏതൊരു കഴിവോ പിന്നെ ഒരു കാപ്പബിലിറ്റി ഇല്ല, അത് സ്വന്തം ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളതിൻ്റെ ഇങ്ങനെ മറ്റുള്ളതിനെ മക്കളെ ഉപകരിച്ച് എങ്ങനെ അവനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു ഭ്രാന്ത് പിടിച്ച് കുറേ പട്ടികൾ നടപ്പുണ്ട്, എച്ചില് പട്ടികൾ അങ്ങനെയുള്ള കുറേമാർ അങ്ങനെ എല്ലാ സർവീസസ് മുട്ടെടുത്ത് അവിടെ നാട്ടിലോടെ എറണാകുളത്തൊക്കെ എന്തായിരുന്നു ആൾക്കാർക്ക് പിന്നെ ഒരു മാമാങ്കമായിരുന്നു ഗ്രാബിയയിൽ. എന്നിട്ട് എന്തായാലും ഓക്കെ. എന്നിട്ടാണ് ഞാനിവിടെ ഡൽഹിയിൽ വന്നത്. പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും ചീഫ് ജസ്റ്റിനെയും കാണാൻ വേണ്ടി. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി മോഡി അമിത്ഷായും കൂടി ചേർന്നിട്ടുള്ള അയാളുടെ സെറ്റപ്പ് കളിയാണ്, അവർ മൂന്നരും കൂടി ചേർന്നിട്ടുള്ള കളിയാണ് ഇതെല്ലാം. എന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ ഓരോ മിനിസ്ട്രിയിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും എല്ലായിടത്തും ഞാനൊരു സർവേ നടത്തിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായതും ഇയാളിങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ തകർത്തതെന്ന് വെച്ചാൽ ഇവരെ പവറിൽ വന്നപ്പോൾ ഇവരൊരു തൗസൻഡ്സ് ഓഫ് കോൾ സെൻറ്റേഴ്സ് ഹയർ ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫേക്ക് സ്റ്റോറീസ് അവർ ക്രിയേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്താണ് ഇങ്ങനെ ഇവരത് എന്താണ് ഇങ്ങനെയാണ് ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഇയാൾ തൗസൻഡ്സ് ഓഫ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കോൾ ചെയ്യുന്നതും സെക്ഷൽ മെസ്സേജസും അഡ്വർടൈസ് എന്ന് വെച്ചാൽ ഈ കോൾ സെൻറ്റേഴ്സ് വഴി കണ്ടിന്യൂസ് ചെയ്യുന്ന ആ സെയിം ഇതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പ്രൂഫാണ് ഞാൻ. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്. ആ സെയിം അപ്രോച്ചാണ് ഇവരെ കോൺഗ്രസിനെ തകർക്കാൻ ഉപയോഗിച്ചത്. എന്നിട്ട് എന്തായാലും ഞാൻ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇവരെ പവറിൽ നിന്ന് മാറ്റാനുള്ള ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ഡിസ്കഷനിലായിരുന്നു രാഹുൽ ഗാന്ധി ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവന്മാർ അപ്പോൾ വീണ്ടും മലയാളികൾ തന്നെയാണ് കച്ചട്രോണ്ട ലോബി കച്ചറ പൊട്ടികൾ അവിടെയുള്ള അതുവഴി എന്ന് വെച്ചാൽ ഈ പിണറായിൻ്റെ കീപ്പാണ് മോഡിയുടെ ഇഞ്ച പ്രൊഫസർ പുഷ്പക ബംഗാളി ലോബിയാണ്. ബംഗാളി ലോബി വെച്ച് ഇവിടുത്തെ കറക്റ്റും പ്രകാശ്കാരായിട്ട് അവരൊക്കെ ബംഗാളി ഇതാണ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അതുവഴിയാണ് പിണറായിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താണ് അവിടെ ഇട്ടുകൊണ്ടത്ത് എന്നെ ഈ വീടൊക്കെ ഡിമോളിഷ് ചെയ്യിപ്പിച്ചതും ഈ ഫേക്ക് മെൻ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതും അങ്ങനെയാണ് ഉമ്മാർ. അപ്പോൾ ആ ലോബി തന്നെയാണ് അവിടെ എന്നിട്ട് അടുത്ത TIIT പ്രീവിയസ് ഡയറക്ടർ എലിസബത്ത് ഷെർലി എന്ന് പറഞ്ഞ അയച്ചാൽ ഒരു താടകയുണ്ട് പ്രോസിക്യൂട്ട് എവിടെ എന്ത് ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കഴിവില്ല, എവിടെ പൊളിറ്റിക്സ് ഒഴിച്ച് ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്ന അവളൊക്കെ കുറേ ഇങ്ങനത്തെ കുറേ താടകങ്ങളുണ്ട് അവിടെ. അപ്പോൾ ആ ലോബിയെല്ലാം കൂടിയാണ് ഈ സെയിം ലോബി. എന്നിട്ട് ഇവിടെ AICCയിലെ സൂപ്രണ്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു നാരായണദാസ് എന്ന് പറഞ്ഞ ഒരു പരനാറി ഫ്രോഡ് ചെറ്റ് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയുള്ളതാണ്. അപ്പോൾ അവനെ കാശ് കൊടുത്തിട്ട് അവൻ വഴിയാണ് ഇവിടെ എന്നെ AICCയിൽ എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇവരൊക്കെ ലീഡേഴ്സൊക്കെ ഇവർ വല്ല മെറ്റീരിയൽ രാഹുൽ ഗാന്ധി ഇവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകുമ്പോൾ ഈ പട്ടി എന്താണ് ഈ സെക്യൂരിറ്റീസിന് വഴി എന്നെ ഇൻസൾട്ട് ചെയ്യലും ബ്ലോക്ക് ചെയ്യലും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് ഈ KC വേണുഗോപാലാണ് എന്നെക്കുറിച്ച് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്റ്റാഫിനെ എല്ലാം ബ്ലോക്ക് ചെയ്യലും ഇതൊക്കെ ഈ കാലം ഇതാണ് മലയാളികളെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും മലയാളി തന്നെയാണ്. മലയാളികളെ കഴിവ് കേട്ട പട്ടികൾ കുറേ എവിടെയെങ്കിലും കടിച്ചു തൂങ്ങി ആരെയും എങ്ങനെ ഊസാക്കി ആ സഖിന്ത് കാശി എങ്ങനെ കോഴ്ചെന്ന് പറഞ്ഞിട്ട് കുറേ പട്ടികളുണ്ട്. അങ്ങനത്തെ കുറേ ലോബിയാണ്. അപ്പോൾ അതിൽ ഈ ഇവിടെ വന്നിട്ടും ഞാൻ എന്നോട് പല ജഡ്ജസും എല്ലാവരും ചോദിച്ചു ആരാണ് എൻ്റെ MP. അപ്പോൾ ഞാൻ പറഞ്ഞു ശശി തരൂരാണ് എൻ്റെ. അപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ അയാളെ കാണുന്നില്ല, അയാൾ എന്തുകൊണ്ട് ഇടപെടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ടും അയാളെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ വന്നതാണ്. അന്ന് മുതൽ ഞാൻ ഇയാളെ കാണാൻ പല പ്രാവശ്യം ശ്രമിച്ചു ഇനിഷ്യൽ പീരീഡിൽ. അപ്പോഴും ഈ പട്ടി ഒരു ദിവസം പോലും ഇയാളുടെ സ്റ്റാഫ് എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ അബ്യൂസ് ചെയ്തു. ഇയാൾ അങ്ങനത്തെ വെറും വൃത്തികെട്ട പട്ടിയാണ്. എന്നിട്ട് ഒരു ദിവസം ജഡ്ജസ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ 100 പോലീസിനെ വിളിച്ചിട്ട് ഞാൻ ഇയാളുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇയാൾക്ക് സംസാരിക്കണമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇയാൾ അവിടെ വന്നു കാറിൽ. എന്നിട്ട് ഈ പട്ടി ഈ പോലീസുമായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് പോലും ഇയാൾ എന്തിനെന്ന് പോലും ചോദിക്കാതെ അകത്ത് പോയി. ഇയാൾ അങ്ങനത്തെ വെറും കച്ചറ പട്ടിയാണ്. ഇവിടെ വന്ന് കുറേ ലേഡീസിനുമായിട്ട് അറുമാദിച്ച് നടന്ന് ഇയാൾക്കെന്ന് പറഞ്ഞാൽ ഇയാളുടെ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി കുറേ പവർ വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡിയുടെ നമ്പർ 1 കൂടിയാണ്. കാരണം വെച്ചാൽ മോഡിയാണല്ലോ ഇയാളെ എന്താണ് സുനന്ദയുടെ
മർഡർ അതെല്ലാം കവർ ചെയ്യാനുള്ള സപ്പോർട്ടെല്ലാം ചെയ്തത്. അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ BJP ടിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിന് ജയിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇയാൾ ഇപ്പോഴും കോൺഗ്രസ്സിൽ. അല്ലാണ്ട് ഇവിടെ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനെതിരെ എല്ലാം പണിയിലാണ് ഇയാളപ്പാണ്. ഇയാൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലിരുന്നിട്ട് കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും BJP കൊണ്ടുകൊടുത്ത് BJP കോൺഗ്രസ്സിനെ കുത്തിത്തുറക്കലാണ് ഇയാളെ പണി. ഇയാളൊരു വൃത്തികെട്ട ഫ്രോഡാണ്. എന്നോട് പിന്നീട് ഞാൻ കാണാൻ പോയപ്പം TP ശ്രീനിവാസൻ ഫോർമർ അംബാസഡർ അയാൾ എന്നോട് പറഞ്ഞു ഇയാൾ വൃത്തികെട്ടവനാണ്, ഇയാൾ അത്രയ്ക്ക് ഇയാൾ ചേഞ്ചായി, ഇയാളോട് ഇനി സംസാരിക്കാൻ വേണ്ടി പോകരുതെന്ന് പറഞ്ഞ് എന്നെ വാൺ ചെയ്തതാണ്. അത് 2019 തന്നെ അയാൾ എന്നെ വാൺ ചെയ്തതാണ്. അത്രയ്ക്ക് വൃത്തികെട്ട പരനാറി ഫ്രോഡാണ് ഈ ശശി തരൂർ. ഇയാളിവിടെ വന്നിട്ട് നമുക്ക് മലയാളികൾക്കോ ട്രിവാൻഡ്രംകാർക്കോ നമുക്കൊന്നും ഒരു കാര്യമില്ല. ഇയാളിവിടെ വന്ന് ഇയാൾ മറ്റേ വലിയ ഷോ ഓഫും കാണിച്ച് ഇയാൾക്ക് കുറേ ഗേൾസിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ഇയാൾക്ക് MP പോസ്റ്റ്. ഇതിനേക്കാളും പ്രത്യേകിച്ച് എനിക്കറിയാം ഒപ്പോസിഷൻ പന്നിൻ രവീന്ദ്രനും മറ്റെന്താണ് BJPയിലാരെ ഒരു എന്തോ ഹരിശങ്കർ ആരോ വാട്ട് എവർ ഇറ്റ് മേ ബി. ഈവൻ പന്നിൻ ഞാൻ കമ്മ്യൂണിസത്തിനെതിരാണ്, പിണറായി വിജയൻ എല്ലാവർക്കും എതിരാണ്. പക്ഷേ ഈവൻ പന്നിൻ രവീന്ദ്രൻ ആയാൽ പോലും അയാളൊരു നല്ല മനുഷ്യനാണ്. നമുക്ക് പോയി എന്തെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് അയാളെ പോയി അന്ന് അപ്രോച്ച് ചെയ്യും. അയാൾ ഒരിക്കലും ഇതേപോലെ ഈ ശശി തരൂർ പട്ടി കാണിക്കുന്നത് പോലെ കാണിക്കില്ല. ഇയാളെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കുറേ അമ്മയും ഇയാളെ കുറേ സഹോദരിമാരും ഉണ്ട്, കുറേ താടകളും അഴിഞ്ഞടിച്ചെട്ടിയെറിഞ്ഞ് ലോകം മൊത്തം പെണ്ണും കെട്ടി പെണ്ണുങ്ങളെയും പിടിച്ച് പറക്കണമെന്ന് പറഞ്ഞാൽ വെറും പരനറിച്ചേറ്റാണ് ശശി തരൂറിനെ അലവിലാതി. ഇയാൾ UN സെക്രട്ടറി അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നുകൊണ്ടോ ഇയാൾക്ക് കുറേ ഇംഗ്ലീഷ് നല്ല സംസാരിക്കും. നമുക്ക് മലയാളികൾക്കോ നമ്മൾ ട്രിവാൻഡ്രംകാർക്കോ ഒരു പ്രയോജനം. ഇയാൾ വെറും കച്ചറ ഫ്രോഡ് ചെറ്റയാണ്. ഇയാളെ ഒരു തരത്തിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത്. ഇയാൾ അവിടെയുള്ള ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നപ്പോഴൊക്കെ ഉള്ള ഇമ്പ്രഷൻ നമുക്കറിയാം. പക്ഷേ അതല്ല ഇയാൾ വെറും ചെറ്റയാണ്. ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി കെട്ടിയിരുന്നല്ലേ വന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ രാഹുൽ ഗാന്ധിയെ നശിപ്പിച്ചിട്ട് അങ്ങ് അധികാരം കയറാൻ വേണ്ടി അവൾ ഭർത്താവ് റോബർട്ട് വന്നിട്ടുണ്ടല്ലോ, അവൻ BJPയുടെ ഏജൻ്റാണ്, കുറേ വർഷമായിട്ട് കൂതിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് അവളും പിന്നെ പറ്റാണ് അതല്ലേ ഇതിൻ്റെ കളിയിൽ അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ഈ പരനാറി ചെറ്റ ശശി തരൂർ പറഞ്ഞ പട്ടിയെ ജയിപ്പിക്കരുത്. ഇതിനേക്കാളും BJPയിലായൊക്കെ വോട്ടിട്ട് മോഡിക്ക് എല്ലാം എതിരാണ്. പക്ഷേ സ്റ്റിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കാണിക്കുന്ന പോലെ കച്ചറത്തനങ്ങൾ ഇയാൾ വെറും പരനാറിച്ചേറ്റാണ്. എന്ന് പറഞ്ഞാൽ 2019 മുതൽ ഞാൻ ഇയാളെ കാണാൻ പോയ ആ സമയം മുതൽ എൻ്റെ പ്രൊഫസർ ഇയാളെ കോൺടാക്ട് ചെയ്ത് അത് വെച്ചിട്ട് ഇയാൾ കുറേ വലിയ എൻ്റെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഒരു പട്ടി കഴിവില്ലാത്ത അവിടെ ഏതെങ്കിലും കുറേ വലിയ ടാഗ് നെയിമുകളുടെ പുറകിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവന്മാർ അങ്ങനെയാണ്. നെയിമുകളുടെ ടാഗുകളുടെ പുറകെ പോയി അത് വെച്ചിട്ട് എക്സിസ്റ്റ് ചെയ്ത് ഗെയിം പോയി കളിക്കുന്നത്. ആ ഒരു അന്ന് മുതൽ ഇയാളെ കൊണ്ട് ഇയാൾക്ക് കുറേ നെയിം ഉണ്ടല്ലോ, പബ്ലിസിറ്റി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇയാൾ കുറേ എണ്ണ വെച്ച് ഈ പട്ടി കുറേ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇയാൾ ചെയ്തത്. ഇവിടെ പിന്നെ ഡൽഹിയിലും എന്നെ ബ്ലോക്ക് ചെയ്യാൻ SS ബ്ലോക്ക് ചെയ്യാനും എല്ലാ എന്നെയും രാഹുൽ ഗാന്ധി തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാനും ഇതെല്ലാത്തിനും ഈ പൊട്ടി ശശി തരൂർ എന്ന് പറഞ്ഞാൽ ലെവലധിയാണ് മുമ്പിൽ നിന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പവർ കിട്ടുമായിരുന്നു. ഇതെല്ലാം കളിക്കുന്നത് നാരായണദാസി എന്ന് പറഞ്ഞ ഒരു ലവലാധിപട്ടി വ്യാപരമോ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കച്ചറ നേറ്റിങ്ങിലുള്ള ഏതൊരു കച്ചറ ഫ്രോഡ് ഇവിടെ വന്നിരുന്ന വർഷങ്ങളായിട്ട് ഇരുന്ന് ഇവിടെ എന്താണ് എല്ലാ ആൾക്കാരെയും അടക്കി വിരിച്ച് എന്ന് പറഞ്ഞ് ഈ ഗാന്ധി ഫാമിലിയെ വിറ്റെന്ന് പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഈ സെക്യൂരിറ്റി വഴി എല്ലാ മലയാളി സ്റ്റാഫുകളെ കുത്തിത്തിരിച്ച് മലയാളി ACP അതുവഴി കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഹൈജാക്ക് ചെയ്ത് വെച്ചാൽ അതുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് തിരിയാൻ ശ്രമിക്കാതെ ലോക്ക് ചെയ്തിട്ടിരുന്ന് വീട്ടിൽ നിന്ന് പൊട്ടി ലവലാധി കച്ചറകൾ. മലയാളികളെന്ന് പറഞ്ഞാൽ ഇത്രയും അരവും പുരവും കിട്ടി നടക്കുന്ന ഇവിടുത്തെ നോർത്ത് ഇന്ത്യ അവരോട് ചോദിക്കണം ഈ പാർട്ടികൾ. ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് ഒരു വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു മലയാളി പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നെ വിറ്റവനൊക്കെ കുറേ പിന്നെ എല്ലാ പട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ സഹായത്തിനും ഒരു ഇത് കാര്യത്തിനും പക്ഷേ നോർത്തിലെ ഇവരൊക്കെ എന്നെ അവർ കൂടുതൽ സഹായിക്കുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് സപ്പോർട്ട് അവരാണ്. അതാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ പാർട്ടികളാണ് എവിടെ പോയാലും മലയാളികൾക്ക് മാറി വയ്ക്കുന്നത് അതിലധികം. കാരണം അങ്ങനെ എസ്പെഷ്യലി ഇവിടെ കുറേ എണ്ണം കുറേ ക്ഷേത്രങ്ങളും കയറി വെച്ച് അതിലും കുറേ കണ്ണിവല വന്ന് വലിച്ചാരി കെട്ടിയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഇന്നസെൻ്റ് ആൾക്കാർ വരും ട്രാപ്പ് ചെയ്ത് വെട്ടി വിഴുങ്ങാൻ കപ്പാൻ വേണ്ടി കുറേ പട്ടികൾ ഇവിടെ ഉണ്ട്, കുറേ നമ്പ്യാരി കുറേ അതൊക്കെ. എന്നിട്ട് അവൻ്റെയൊക്കെ വാവനെ കാര്യം കുറേ അവിടെ തന്നെ ഈ ഒരു ഗുരുവായൂർ ടെമ്പിളൊക്കെ എടുത്തിട്ട് കോൺഗ്രസ് ഭരണത്തിൽ കാശുകൾ അടിച്ച് മാറ്റിയും കോടിക്കണക്കിനാണ് കൊട്ടാരങ്ങളെ പോലെ ക്ഷേത്രങ്ങളെ വെച്ച് കെട്ടി ഇരിപ്പുണ്ട്. മറ്റേ വലിയ അട്ടിത്തം കാണിക്കുക. എന്നിട്ട് അവിടുത്തെ കുക്കുണ്ടായിരുന്നു പട്ടി, ഇയാളെ പേരെത്ര GK പിള്ള ഏതൊരു പട്ടിയാണ്. അവൻ്റെയൊക്കെ വിചാരം അവനൊക്കെ കേച്ചറ അവരുടെയൊക്കെ പോയി സഞ്ചരിക്കാൻ പോയി അവനൊക്കെ വിചാരിക്കുക അവരൊക്കെ പട്ടി അവിടുത്തെ പാചകക്കാരനാണ്. എന്നിട്ടാണ് ആറ്റിറ്റ്യൂഡ് കണ്ട അവനൊക്കെ ലെവലാതി കേച്ചറ പട്ടികൾ. എന്നിട്ട് ഞാൻ ഇവിടെ പോയി എന്നെക്കുറിച്ച് എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുന്നത് അവനൊക്കെ എൻ്റെ ഫാമിലിയുടെ 10 കിലോമീറ്റർ അകലെ നിൽക്കാൻ ഇവനൊക്കെ തന്തയ്ക്കോ ഇവനൊക്കെ ഇനി 10 വട്ടം ജയിക്കണം. അത്രയ്ക്ക് അന്തസ്സായിട്ട് അധ്വാനിച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയത്. ഒരുത്തൻ്റെ ഇവിടെ 5 വയസ്സ് വരെയും ഓച്ചാരം ഇല്ലാതെ തന്നെയാണ് വളർത്തിയത് നമ്മളുടെ അച്ഛനും അമ്മയും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താണ് നമ്മൾ എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ശശി തരൂരിനെ കുറിച്ച് എന്തായാലും മലയാളികൾ അറിയി സ്വന്തം കാര്യം കാണാൻ വേണ്ടി ചെയ്യണം. എന്തായാലും നിനക്കൊക്കെ ഒരു ബോധമില്ല, നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെ
ഇതുപോലൊരു അവസ്ഥ വരാം. നിങ്ങളും എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾക്ക് വേണ്ടുന്ന ഒരു നേതാവെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിനുണ്ടായി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അറ്റ്ലീസ്റ്റ് അഹങ്കാരം കാണിക്കാതെ നമ്മളുടെ പ്രശ്നങ്ങൾ അറ്റ്ലീസ്റ്റ് കേൾക്കുക, അതിനെങ്കിലും ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് ഇയാളെ പോലെ ചച്ചി തരുന്ന പല പട്ടികളെന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറേ സെറ്റപ്പും കാണിച്ച് ഷോ ഓഫും കാണിച്ച് അവിടെ കുറേ ശിങ്കിടികളുണ്ട് ഇയാളെ വച്ച് മുതലെടുക്കാൻ വേണ്ടി കുറേ പട്ടികളുണ്ടാണ്ട് ഇതല്ലാണ്ട് നമ്മളെ മലയാളികൾക്കോ നമ്മളൊരു സാധാരണക്കാർക്കോ ഒരു പ്രയോജനവും ഇല്ല. ഒരു വേറും പൊട്ടിയാണ് ഇയാൾക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല. അനിൽ രവീന്ദ്രൻ വോട്ട് ചെയ്താലും മറ്റേ BJP കാൻഡിഡേറ്റിനോട് ആർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അവർക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഈ പട്ടി ശശി തരൂരിനെ ആലവരാതി ഒരു തരത്തിലും വിജയിപ്പിക്കരുത്. പട്ടിച്ചേറ്റാണ് ഇയാൾ, അത്രയ്ക്ക് വൃത്തികെട്ട ആലവരാതിയാണ് ഇയാൾ. കുറേ പെണ്ണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ അല്ലല്ലോ ഏതൊക്കെയായിരുന്നല്ലോ കുറേ ഇഷ്യൂസ് ഉണ്ടായ മറ്റേ MP അവളുമാരുടെ കാറ് മാതിച്ച് നടക്കണം. പട്ടിക ആലവരാതി ഇയൊക്കെ ഇവിടെ സ്വന്തം നല്ല കാശുണ്ടല്ലോ, കാശിട്ട് ഒരു ബംഗ്ലാവ് വാങ്ങിച്ച് അതിൽ കിടന്ന് അറുമതിക്കാം പട്ടി. അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആളുകൾ അറുമതിക്കേണ്ട ആലവരാതി. അതാണ് ശശി തരൂർ പറഞ്ഞ പട്ടി. ദ സെയിം വേ K മുരളീധരൻ ഈ തൃശ്ശൂർ എന്തായാലും വർഷങ്ങളായി സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ട്. BJP ഇതിലാണ്. പക്ഷേ അയാൾ BJP എന്നുള്ളത് നമുക്കൊരു മോഡി അതിനൊക്കെ ഒരു വികാരമുണ്ട്. അത് ശരിയാണ്. മോഡി അമിഷയൊക്കെ എന്ത് കച്ചറത്തരമാണ് കാണിക്കുന്നവന്മാർ, ശരി. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നല്ലൊരു വ്യക്തിയാണ്. ഹ്യൂമാനിറ്റിയുള്ള എന്തിനും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യത്തുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി അയാൾ. പക്ഷേ അയാൾ BJPയിൽ ആ ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അത് ഈ K മുരളീധരൻ എന്ന് പറഞ്ഞാൽ പട്ടി മറ്റേ കരുണാകരൻ കാണിച്ചു കണ്ടാൽ അറിയാലോ, BJP ഈ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്തെങ്കിലും ഇവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലാണ്. അപ്പോൾ അയാളപ്പുറത്തേക്ക് രണ്ടാമതും അയാളെ KC വേണുഗോപാലിൻ്റെ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഞാൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അന്ന് മുതലേ ഇവനൊക്കെ ഫ്രസ്ട്രേഷൻ. രണ്ടാമത് ഇയാളെ പേര് വെച്ചിട്ട് എന്നെ T നാരായണദാസൊക്കെ കുറേ അവളുമാരെ വിട്ട് ഈ K മുരളീധരനാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നോട് പറയിപ്പിച്ചു. ഞാൻ അന്ന് രാത്രി ഇയാളെ കാണാൻ പോയി. കള്ളത്തരം പറഞ്ഞ് നാണം കിട്ട വേറെന്നറിയാലോ ഇവനൊന്നും കിട്ടിയിട്ട് ഇതിൽ അവനൊക്കെ സ്വന്തം കാര്യത്തിന് കപ്പാൻ വേണ്ടിയല്ലാതെ ഇവനൊന്നും ഒരു പ്രയോജനമില്ല. K മുരളീധരനെ വിജയിപ്പിക്കില്ല. ഇവനൊക്കെ പൊട്ടികൾ അവിടെ കിടന്ന് അറിയിച്ച് അവനൊക്കെ അവിടെ കിടന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയ വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ. ഗ്രൂപ്പ് കളിച്ച അലവിലാദികളെ എവിടെയും കുത്തിത്തിരിപ്പും എന്താ ഉണ്ടാക്കി നടക്കുന്ന ഇങ്ങനത്തെ കച്ചറകളാണ്. ഇപ്പോൾ തന്നെ BJPയിലേക്ക് ചാടിയില്ല സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി. അപ്പോൾ ഇവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ BJP ടിക്കറ്റിൽ പോയി വിജയിക്കില്ല എന്നുള്ളത്, കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് അവനൊക്കെ കളിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഈ നാരായണദാസൊക്കെ എന്ന് പറഞ്ഞാൽ BJPയിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കോൺഗ്രസിനെ വിറ്റ് തുലയ്ക്കുന്ന ഇതൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ എന്താണ് ഉല്ലുമൊക്കെ എന്ന് പറഞ്ഞാൽ ഫൂളാക്കിയിട്ട് ഇതൊക്കെയാണ് അവനൊക്കെ ചെയ്യുന്ന പട്ടികൾ. ആദ്യം ഞാൻ ചെന്നപ്പം തന്നെ ഇയാൾ എന്നോട് പറഞ്ഞതാണ് വേറെ തൊഴിൽ കോൺഗ്രസ് BJP വേറെ തൊഴിലില്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ സ്വന്തം വിറ്റ് പറക്കി പൊട്ടി കുഴച്ച് തിറക്കി ഇതിനൊക്കെ വിറ്റ് പറക്കി ഇവിടെ കച്ചു തിറപ്പായിട്ട് നിന്നിട്ട് കാശ് വരൽ. ഇതാണ് അലവലാതി പട്ടികളുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചറകളും ഇവിടുത്തെ ഉള്ളവൻ്റെയൊക്കെ പണികൾ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ K മുരളീധരനെ ഒരിക്കലും വിജയിപ്പിക്കില്ല, സുരേഷ് ഗോപി വിജയിപ്പിക്കുക. അയാളൊരു ഒന്നുമില്ലെങ്കിലും അയാളൊരു മനുഷ്യത്തുള്ള മനുഷ്യനാണ്. നമുക്ക് എന്ത് പ്രശ്നത്തിനും അപ്രോച്ച് ചെയ്യാം. അയാൾ BJP ഇതൊക്കെ എന്തായാലും ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാ യുവരും ഇവിടുത്തെ എല്ലാ ലീഡേഴ്സും കോൺഗ്രസിലെ എല്ലാ ലീഡേഴ്സും BJPയിൽ നിന്ന് കാശും ഓഫറുകളും വാങ്ങിച്ചിട്ട് അവന്മാർ ഒത്തു കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഷോ കാണിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് മറ്റേ മല്ലികാർജുൻ ഖാർഗെ അതൊക്കെ വേറും പൊട്ടികളാണ്. അയാൾക്ക് അതിനുള്ള ഓഫറാണ്. പിന്നെ സെക്യൂരിറ്റി ഇപ്പം കൊടുത്ത് സർപ്ലസ് കാറ്റഗറി അയാൾക്ക് ചാവാൻ കിടക്കുന്ന ചത്തൊഴുങ്ങാത്ത പട്ടിക്ക് അയാൾക്ക് സർപ്ലസ് എന്ന് വെച്ചാൽ എന്നെയും രാഹുൽ ഗാന്ധിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ നമ്മളൊന്നിച്ചിരുന്നെങ്കിൽ പവർ കിട്ടിയാണ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികളാണ് ഇതൊക്കെ. എല്ലാ ലീഡേഴ്സും എല്ലാവരും കാശ് അവൻ്റെ BJPയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒത്തു കളിക്കുന്നത്. ഇതൊക്കെ വേറും ഷോ ഓഫാണ്. ഈ റാലികളും കാണിച്ച് വേറെ ഇതൊക്കെ ആൾക്കാരെ ഫൂളാക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. അല്ലാണ്ട് ഇവനൊക്കെ എല്ലാം കാശ് വാങ്ങിച്ചിട്ട് ഒത്തു കളിക്കുന്നത്. ഇവനൊക്കെ കോൺഗ്രസിലെ ലീഡേഴ്സ് തന്നെ BJP വരണമെന്നും മോഡി വരണമെന്നും പറഞ്ഞിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിച്ചാലും BJP ജയിച്ചാലും ഒരു കാര്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ അവനെ പോലെയുള്ള പട്ടികളെ ഉണ്ടാക്കുന്നതിനേക്കാളും എന്താണ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അയാളൊരു ഹ്യൂമാനിറ്റിയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അറിയാം. എനിക്ക് പണ്ട് മുതൽ ഞാൻ സുരേഷ് ഗോപിയുടെ ഫാനാണ്. അതൊന്നുമല്ല അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആലോചിക്കുക. അയാൾ എന്തൊക്കെയാണ് ഓരോ വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നത്. എപ്പോഴും എന്തിനും ഒരു വെളുപ്പുറത്ത് നിൽക്കാൻ അയാൾ റെഡിയാണ്. അയാൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം BJP മിക്കവാറും മോഡി തന്നെ BJP തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ കോൺഗ്രസ്സിൽ അവർ തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് അതിനുവേണ്ടി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇതിന് വേണ്ടി കഴിഞ്ഞ 2-3 ആഴ്ച ബോധം കെടുത്തിട്ടൊക്കെയായിരുന്നു എൻ്റെ ബ്രെയിൻ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽസും തന്ന പട്ടികൾ. ഇതൊക്കെ ഗ്രൂപ്പ് അവനൊക്കെ എല്ലാ മലയാളിയിലെ എല്ലാ പട്ടികളും കൂടി ചേർന്നിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പം അത് എന്തായാലും അവർ പറഞ്ഞെങ്കിൽ അല്ലിശി ആളൊരു മിനിസ്റ്ററെങ്കിലും ആവും എന്തെങ്കിലും പ്രയോജനമുണ്ട്. മറ്റേ ഈ ക്യാമറയിൽ മറ്റേ ഒരു മുരളീധരൻ ഉണ്ടല്ലോ അവനൊക്കെ പോലെയുള്ള പട്ടികൾ ഇന്ന് സ്വന്തം കാര്യം നോക്കുക. അതേപോലെ ആയിരിക്കില്ല സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപി K മുരളീധരൻ എന്ന് പറഞ്ഞാൽ പട്ടിയെ ഒരിക്കലും വിജയിപ്പിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പാർട്ടി നോക്കരുത്, വ്യക്തികളെ നോക്കിയോട്ട് ചെയ്യണം. പാർട്ടി ഒരിക്കലും ഏത് പാർട്ടിയായാലും എല്ലാവരും ഒത്തു കളിപ്പ് തന്നെയാണ്. അവിടുത്തെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിയുടെ സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കേസ് കാരണം ഉണ്ടായതാണിത്. എന്ന് വെച്ചാൽ 2019 അത് എൻ്റെ പ്രൊഫസർ പുഷ്പ ഭട്ടാചാര്യ
നേരെ ബംഗാളിയാണ്, ബംഗാളി ലോബി വഴി ഈ കമ്മ്യൂണിസ്റ്റ് കണക്ഷൻ വഴി എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ വീട് നശിപ്പിക്കാൻ എൻ്റെ ഫാമിലി ഫേക്ക് വാങ്ങിയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് തുടങ്ങിയ സെറ്റപ്പാണ്. അല്ല, ഇന്ത്യ ഭരിക്കുന്നത് മോഡിയൊക്കെ വെറും ഡമ്മിയാണ്. പ്രൊഫസർ പുഷ്പ ഭട്ടാചാര്യ എന്ന് പറഞ്ഞ പട്ടി ആണ്, ഒരു മെൻ്റലി ഡിസോർഡർ ക്രാക്ക് ഡെവലുണ്ട്, അയാളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അയാളനുസരിച്ചിട്ടാണ് ഇതെല്ലാം പൊളിറ്റിക്കൽ ഗെയിമുകളും എല്ലാ പ്ലേകളും നടക്കുന്നത്. മോഡി അമിത്ഷാ അയാളെ പപ്പറ്റാണ്. ഓക്കെ, അപ്പോൾ അവയാളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അവന് ഈ പിണറായിയുടെ കാര്യങ്ങൾ ഇതല്ല. അതുകൊണ്ടാണ് പിണറായിക്കെതിരെ രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം ശരിയാണ്. എന്താ പറയുക, പിണറായിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കും. കാരണം പിണറായിയാണ് അവിടുത്തെ ഏജൻറ്റ്. രാഹുൽ ഗാന്ധി അഭിഷേകുന്നതില്ല. എന്നിട്ട് ഇന്നലെ വൃന്ദക്കാരൻ്റെ അടുത്തും വലിയ ഡയലോഗ് അടിക്കുന്നത്. രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞ് പിണറായിക്കെതിരെ പിണറായിക്കെതിരെ പറഞ്ഞ് പിണറായി മോഡിക്കെതിരെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ എവിളൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രകാശിക്കാരായിട്ട് ഈ പട്ടികൾ തന്നെയാണ്, ഈ ബംഗാളി എവളുമാർ തന്നെയാണ് ഈ പിണറായിയെ ഈ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ. എൻ്റെ പ്രൊഫസർ ബംഗാളിയാണല്ലോ പുഷ്പ ഭട്ടാചാര്യ, അത് വഴി സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ എല്ലാവരും കളിക്കുന്ന ഡ്രാമകളാണ്. അതുകൊണ്ട് വ്യക്തികൾ, ഏത് നല്ല വ്യക്തികളെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യണം, ഒരിക്കലും പാർട്ടി നോക്കി വോട്ട് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കൊണ്ട് ഒരുത്തലും എല്ലാവരും ആഫ്റ്റർ ഓൾ അവന്മാരെല്ലാവരും സെറ്റപ്പ് അവന്മാരുടെ അഡ്ജസ്റ്റ്മെൻറ്റും സ്വന്തം പോക്കറ്റ് ഇറക്കിയാലേ കോൺഗ്രസിലെ എല്ലാ പട്ടികളും എല്ലാവരും കണക്കാണ്. എങ്ങനെ സ്വന്തം ബെനിഫിറ്റ് എന്നെ വെച്ച് വിറ്റ് എല്ലാവരും കുറേ കോശമുണ്ട്. കാരണം അവൻ്റെയൊക്കെ മക്കളെ വെച്ചോ അവൻ്റെയൊക്കെ ഫാമിലിക്കാരെ കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. അതിനുള്ള എലിജിബിലിറ്റി ഒന്നുമില്ല, അതിന് തന്തയ്ക്ക് പറക്കണം, അതൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ചാൻസ് കണ്ടവൻ്റെ മക്കളെ വെച്ചിട്ട് അവരെ ജീവിതം വെച്ച് നേടാൻ വേണ്ടി അവനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തന്നെയാണ് ഈ പട്ടികളെല്ലാം എല്ലാവരും കണക്കാണ് കൗൺസിൽ ലീഡേഴ്സ്. അപ്പോൾ അവിടെ കിടന്നിട്ട് നിങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി, അത്രയും ആ ഒരു കൺസിഡറേഷൻ നോക്കിയായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ശൈലജ ടീച്ചർ, ഷീസ് എ ഗുഡ് ലേഡി എന്ന് പറയുന്നത് നമുക്കറിയാം. കോവിഡിൻ്റെ കാലത്തൊക്കെ എന്തുമാത്രം ഇത് ഈ നമ്മളുടെ ചികിത്സ നമ്മളുടെ ആരോഗ്യ മേഖലയിൽ എന്തുമാത്രം അവർ പ്രവർത്തിച്ചു എന്നും. പക്ഷെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പട്ടനാറി ചേട്ടയുടെ അയാളുടെ ജലസ്, അയാളുടെ ഏകാധിപത്യത്തിന് ഇന്ന് ശൈലജ ടീച്ചർ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സീനിയർ ലീഡേഴ്സിനെല്ലാം തട്ടിമാറ്റിയാലേ മുഹമ്മദ് റിയാസിനെ മിനിസ്റ്ററാക്കിയിട്ട് ഇയാൾ പിന്മാറുമ്പോൾ ഇനി അടുത്ത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള അധികാരം എല്ലാം കേന്ദ്രീകരിക്കാനുള്ള പണിയിലാണ് അയാൾ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ശൈലജ ടീച്ചറിനൊക്കെ മോശമായി ചിത്രീകരിച്ചത് ഇഷ്യൂസ് എല്ലാം ഉണ്ടാകും. അല്ലാണ്ട് ശൈലജ ടീച്ചർ എന്നൊരു നല്ല വ്യക്തിയാണ്. അവർക്കത് കാര്യപ്രാപ്തിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ശൈലജ ടീച്ചറെ ജയിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഓരോ വ്യക്തികളെ നോക്കി, അവരുടെ പാർട്ടിയെല്ലാം നോക്കേണ്ട, ഓരോ വ്യക്തികളെ നോക്കി അവർക്ക് എന്ത് കേപ്പബിലിറ്റി, നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു, അവർ മനുഷ്യത്വമുള്ളവരാണോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോയാൽ എന്തെങ്കിലും ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റുമോ, നമ്മളുടെ പറയുന്നുള്ളത് കേൾക്കാനുള്ള മനസാക്ഷിയുള്ളവരാണോ, അങ്ങനെ നോക്കി വേണം വോട്ട് ചെയ്യുക. അല്ലാണ്ട് ഈ പാർട്ടി നോക്കി വോട്ട് ചെയ്തിട്ട് എല്ലാ മരിയന്മാരെല്ലാവരും ആഫ്റ്റർ ഓൾ വന്ന് സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കാശും വാങ്ങി വലിക്കുന്ന വേറൊരു സെറ്റപ്പൊക്കെ തെരുവ് പട്ടികളാണ് അവനൊക്കെ അലവിലാദികൾ. അതുകൊണ്ട് ഈ ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഓരോന്നറിച്ചിട്ട് ഒരു തരത്തിലും ജയിപ്പിക്കില്ല. അതേപോലെ തന്നെ കെ മുരളീധരനെ, അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടികൾ, സ്വന്തം അമ്മയും വരെ വിറ്റ് അമ്മയും തന്തയും വരെ വിറ്റ് എന്തായാലും അതൊക്കെ ആയിരുന്നല്ലോ, ചരിത്രങ്ങൾ അറിയാമല്ലോ. ഇതേപോലെ തന്നെ ബാക്കി ലീഡേഴ്സിനെ ആരൊക്കെയാണെന്നുള്ള കാൻഡിഡേറ്റ്സ് ഒന്നും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും. പക്ഷേ ആരായാലും മനുഷ്യത്വം നോക്കി പാർട്ടി നോക്കി വോട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടല്ലോ. മനുഷ്യത്വം നോക്കി വോട്ട് ചെയ്യണം, നമ്മളുടെ ഹ്യൂമാനിറ്റി, നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നിങ്ങളുടെ മണ്ഡലത്തിൽ ആരാണ് അറിയാമല്ലോ അങ്ങനെയുള്ള വ്യക്തി. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും BJP വാർത്തെടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ആഫ്റ്റർ ഓൾ ഇവിടെ ഉമ്മാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്ത് സെറ്റപ്പ് തന്നെയാണ് അതിൻ്റെയൊക്കെ പണി. ഈ അക്കൗണ്ട് ഫ്രീസിങ് അതൊക്കെ ഞാൻ ഇവർക്കെതിരെ മെയിൽ ചെയ്തതിന് ശേഷം ചെയ്തത് തന്നെയാണ്. പക്ഷേ പ്രശ്നം അതായത് എന്തായാലും ഇവനൊക്കെ ആഫ്റ്റർ ഓൾ ഇവനൊക്കെ തന്നെയാണ് ഓഫറുകൾ വാങ്ങിച്ചു. പിന്നെ ഫ്രഞ്ചിൽ നിന്ന് എൻ്റെ പ്രൊഫസർ അറേഞ്ച് കൊടുത്തത് ഈ രാഹുൽ ഗാന്ധിക്ക്, പിന്നെ മറ്റേ ഹാർവാർഡ് സ്റ്റുഡൻസിൻ്റെ അത് രാഹുൽ ഗാന്ധിയെ ഫൂൾ ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാവയാണ്. അതിന് സ്വന്തമായി അതിൻ്റെ ഡിസിഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിസിഷൻസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. അത് വെറും കളിപ്പാവയാണ്. അതിനെ എപ്പോഴും ലോക്ക് ചെയ്തിട്ടേക്കും. പിന്നെ ഇത് യുവമാരുടെ കളിപ്പാവ, യുവമാരെന്ത് പറയുന്നു അത് കേൾക്കുക, ചെയ്യുക, അത്ര മാത്രമേ അതിന് കഴിവുള്ളൂ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പ്രൈം മിനിസ്റ്റർ ആയാലും അതിന് ആവാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ടാണ് ഞാനത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനൊരു വ്യക്തി, കാരണം അതിന് കുഞ്ഞിലേ മുതൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരെ ലോക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഈ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരെ മൂന്നുപേരെയും അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉമ്മരിട്ടൊക്കെയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്താൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഒന്നും ഇവർ സമ്മതിക്കില്ല. ഈ ലീഡേഴ്സ് അവർ കുറേ മരുണ്ട്, അവർ തീരുമാനം എടുക്കുന്നത്, അത് അടിച്ചേൽപ്പിക്കുക, അത് അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയംബോധത്തോടുകൂടി നിങ്ങൾക്ക് ഒരു ഹ്യൂമാനിറ്റി ബേസിൽ ചെയ്യണം. അല്ലാണ്ട് പാർട്ടി ബേസിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരുത്തനും ഒന്നും നമുക്ക് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും കത്താറ പട്ടികളാണ്. അവൻ്റെയൊക്കെ സ്വന്തം അമ്മയെ വരെ വിറ്റിട്ട് നേടാൻ കാശ് നടക്കുന്ന അലവിലാദികളാണ്. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഹ്യൂമാനിറ്റി ബേസിൽ നോക്കണം. നിങ്ങൾക്കറിയാം അവന്മാരൊക്കെ എന്തൊക്കെയാണ് കച്ചറത്തരങ്ങൾ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ വോട്ട് ചെയ്യണം. ഓക്കെ,
ആഫ്റ്റർ ഓൾ ആക്ച്വലി ഈ ഇലക്ഷൻ ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊന്നുമല്ല ഇലക്ഷൻ വേണ്ടത്, നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, നമ്മൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ, വ്യക്തമായ അവബോധത്തോട് തീരുമാനം എടുക്കാൻ കഴിയണം, കാര്യപ്രാപ്തി വേണം, അങ്ങനെ ആയിരിക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ ഭാവന. ഇതല്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇവരൊക്കെ മലയാളികൾ തന്നെയാണ് കച്ചറ പട്ടികൾ, കോൺഗ്രസ്സിലുള്ള അവന്മാർ തന്നെയാണ് തീർത്ത, എസ്പെഷ്യലി നാരായണാസം എന്ന് പറഞ്ഞ പേരെന്നറി പട്ടി നെയ്യാറ്റിങ്കരന്നുള്ള ഒരു അച്ചറ അലവില ദിവ്യ വരുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പട്ടി, ആ നായാണ് ഇതെല്ലാം ഇവിടെ കുതിരിച്ച് ഇതെല്ലാം ഉണ്ടാക്കി. പിന്നെ കുറേമാരുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ ഈ മുരളീധരൻ, ഇവന് ഇതാക്കണം. ഈ KCV എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള അയാളൊരു നല്ല വ്യക്തിയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനും. പക്ഷേ ഇതേപോലെ മറ്റേ ലീഡ് ചെയ്ത് ഇങ്ങനെ അതിലൊക്കെ ആൾക്ക് കുറച്ച് ഇതുണ്ട്, കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്ന് പക്ഷേ ആളൊരു നല്ലൊരു വ്യക്തിയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും അവബോധത്തോടുകൂടി ചെയ്യാനും അതൊക്കെ ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി ആൾക്കെതിരെ ഈ ട്രിവാൻഡ്രം ലോബി അവന്മാരാണ് ഈ ആളെ താഴ്ത്താനുള്ള പണിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അവിടെ ആലപ്പുഴയിലും MP കാൻഡിഡേറ്റ് നിർത്തിയിട്ട് അയാൾക്കെതിരെ പണിയിൽ ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ പണിയിൽ. ഇവന്മാർ തന്നെയാണ് മലയാളി അവിടുത്തെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പീസ് അറിയല്ലോ, ആ കച്ചറത്തരം തന്നെയാണ് ഇവനൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്നെയും രാഹുൽ ഗാന്ധിയും നമ്മളുടെ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കളിച്ച് ഈ പട്ടി അലവലാദികൾ തന്നെയാണ്. എന്നിട്ട് രാജസ്ഥാനിലുള്ള ഒരു കച്ചറ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വടക്ക മതം പൊട്ടി നിൽക്കുന്ന, ആരെ പുറത്ത് കുതിര കയറി ആരെ റൂൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മതം പൊട്ടി നിൽക്കുന്ന ഒരു വടക്കിനെ മട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് കെട്ടി ഇതിൻ്റെ തലയിൽ വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞൊരു പാവയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ അവൾ ചവിട്ടി കൂട്ടിയിട്ടിട്ട് അവൾ കിടന്ന് തുള്ളി ഭരിച്ച് അറുമതിക്ക് അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോന്നുള്ള കെട്ടിയെടുത്തിട്ട്. പക്ഷേ സോണിയാഗാന്ധിയെക്കുറിച്ച് എന്തെല്ലാം കഥകളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എല്ലാം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടാണല്ലോ ഈ മോഡിയൊക്കെ ഇത്രയും ഏകാധിപത്യം കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് അങ്ങനത്തെ ഒന്നും എൻ്റെ സവിച്ചേനെ നമ്മളൊരു അബദ്ധം കാണിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നെ എവളമാലയൊക്കെ പോലെയുള്ളവരെ കെട്ടിയെടുത്തുകൊണ്ട് വന്ന് അടുത്ത് വീണ്ടും നമ്മളൊരു അധപ്പതനത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കാര്യവിവേചനത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം. എന്താണ് നമ്മളുടെ ഫ്യൂച്ചറിന് നല്ലത്, നമ്മളുടെ ഭാവിക്ക് എന്താണ് നല്ലത്, അത് എന്ന് വെച്ചാൽ നമ്മളുടെ ഭാവിക്ക് ഇന്ത്യയുടെ ഗ്രോത്തിനും എന്താണ് നല്ലത്, അങ്ങനത്തെ നോക്കി വേണം വോട്ട് ചെയ്യാനും ഇതും ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ എന്തൊരു പ്രശ്നം, സ്വന്തം കാര്യം നമ്മളെ ബാധിക്കുന്നില്ല, മറ്റുള്ളവൻ്റെ അല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യുവമനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഞാനൊരു സയൻറ്റിസ്റ്റാണ്, എൻ്റെ അച്ഛനും അമ്മയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയുമാണ് വളർത്തിയത്. നമ്മളും എന്നെ അവിടെ കെട്ടാൻ വേണ്ടി 8 പേരാണ് IIT ബോംബെയിൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കാവൽ നിന്നും വേൾഡ് ലീഡിങ് സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെയാണ്. എന്നിട്ട് ഒരു പട്ടികൾ പറയും ഞാൻ പോയിട്ടില്ല, ഒന്നിനെയും ഞാൻ കൺസിഡർ ചെയ്തുമില്ല. പക്ഷെ അങ്ങനെ വളർന്ന എന്നെയാണ് ഇയാൾ എൻ്റെ റൂമിൽ പലമാരും പറഞ്ഞയച്ച് സെക്ഷൽ ട്രാപ്പിൽ പെടുത്താനും ഞാൻ എവിടെയൊക്കെ തന്നെ ഇവിടെ ഡൽഹിയിലായാലും ബോംബെയിലായാലും പിന്നെ എറണാകുളത്ത് എൻ്റെ അമ്മ സെക്ഷൽ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാരെ പറഞ്ഞയച്ചു. ഇതൊക്കെയാണ് ഈ കച്ചറ ലെവലാതി പട്ടികൾ. അവിടെയുള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ കച്ചറ പട്ടികൾ പിണറങ്ങി അവനൊക്കെ ചെയ്തിട്ട് അവിടെ എറണാകുളത്തുള്ള കുറേ പട്ടികളും അതൊക്കെ വെച്ചിട്ടും പിന്നെ ഇവിടെയുള്ള യവന്മാരും ഈ പട്ടികളല്ല ഇതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഈ മണിപ്പൂരിലൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥമാണ്. അപ്പോൾ ഇതേപോലെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഏത് നിമിഷവും അവനൊക്കെ കയറി വരാം, അല്ല ഓരോരുത്തന്മാരെ പറഞ്ഞു വിടും. അപ്പോഴും ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വിവേചന ബുദ്ധി വേണം. ഇന്ന് എനിക്ക് എല്ലാം ഉണ്ടല്ലോ, നാളെ അവനല്ലേ സംഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നിൻ്റെ അടുത്ത് സംഭവിക്കുമ്പോൾ ഒരുത്തനും ചോദിക്കാനും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ആലോചിച്ചു പറക്കി ചെയ്യും. ഈ ശശി തരൂർ എന്ന് പറഞ്ഞാൽ പട്ടിയെ ഒരു തരത്തിലും ചെയ്യിപ്പിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ മുരളീധരൻ അവനൊക്കെ പോലുള്ള കച്ചറകൾ. അപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കിയിരിക്കണം, അല്ലാണ്ട് പാർട്ടി വീശി വോട്ട് ചെയ്തൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഇത്രയും എനിക്ക് മലയാളിയിൽ നിന്ന് പറയണത് ചെയ്തു എന്ന ഉപകാരങ്ങൾ തന്നെ ധാരാളം വർഷങ്ങളായിട്ട്. ഓക്കെ, എന്തായാലും ഇത്രയും എനിക്ക് പറയണമെന്നുണ്ട്. ഇനി നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. ഓക്കെ.